ഈ പെൻഗ്വിന്റെ കഥ നിങ്ങൾക്ക് ശരിക്കും എന്താണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങ് അന്റാർട്ടിക്കയിലുള്ള പെൻഗ്വിൻസിന് ലൈഫിൽ മെയിനായിട്ട് രണ്ട് ചോയ്സുകൾ മാത്രമാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് കടലിലേക്ക് പോകാം, അല്ലെങ്കിൽ അവരുടെ വംശം നിലനിർത്താനായിട്ട് ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ആ കോളനി ഉണ്ടല്ലോ, പെൻഗ്വിൻ കോളനിയുടെ കൂടെ തുടർന്നു പോകാം. പക്ഷെ ഈ രണ്ട് വഴികളും തീരുമാനിക്കാതെ, ഈ രണ്ട് വഴികളും എടുക്കാതെ മൂന്നാമതൊരു വഴി സ്വീകരിച്ച് യാത്രയായ ഒരു പെൻഗ്വിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഥാനായകൻ പോകുന്നത് ഒരു വലിയ മലയുടെ മുകളിലേക്കാണ്. കുറേയേറെ കിലോമീറ്റേഴ്സ് ഒക്കെ സഞ്ചരിച്ച് വേണം ഈ മലയിൽ എത്തുവാനായിട്ട്. ഈ പറയപ്പെടുന്ന പെൻഗ്വിൻ അറിയാം ആ വഴി പോയാൽ അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാണ്. എന്നിട്ടും അവന്റെ മനസ്സിൽ തോന്നിയ ഏതോ ഒരു വിചിത്രമായ ചിന്തയുടെ പുറത്ത് പുള്ളിക്കാരൻ യാത്ര തിരിക്കുകയാണ്. പക്ഷെ എന്തിനായിരിക്കും ഈ ഒരു വഴി, ഈ ഒരു മരണ വഴി ഈ പെൻഗ്വിൻ തിരഞ്ഞെടുത്തത്? തന്റെ ഇണയെ നഷ്ടമായതിന്റെ അല്ലെങ്കിൽ ഫീമെയിൽ മേറ്റിനെ നഷ്ടമായതിന്റെ സങ്കടത്തിലാണ് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മല അല്ലെ ആകാശം, പറക്കാൻ കഴിയാത്തൊരു പക്ഷി എന്നൊക്കെ പറയാം നമുക്ക് പെൻഗ്വിനെ. അങ്ങനെ പറന്ന് ആകാശത്ത് എത്താൻ കഴിയാത്ത ഈ പുള്ളിക്കാരൻ മലമുകളിൽ കയറി ആകാശത്തെ തൊടാൻ വേണ്ടിയാണ് പോയെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. പക്ഷെ മെന്റലി ഇല്ലായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും മേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മെന്റലി ഇല്ലായിട്ടുള്ള ഒരു പെൻഗ്വിനാണ് ഈ നടന്നു പോയതെന്നും പല ആൾക്കാരും പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാവരും പറയുന്ന കേട്ടോ. നമ്മൾ മനുഷ്യർ ഏതൊരു കാര്യം കണ്ടാലും അത് ഹ്യൂമൻ പെർസ്പെക്റ്റീവിലാണ് എടുക്കുന്നത്. നമ്മുടെ ചിന്ത, നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്താണ് എല്ലാവരും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതോടൊക്കെയുള്ള പല ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറികളും ഇതിന്റെ പിറകെ വരുന്നത്. ശരിക്കും ഈ പെൻഗ്വിൻസുകളോ നേരിട്ടോ നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതിന്റെ മൈൻഡിൽ സംഭവിച്ച എന്താണെന്ന് അതിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ മനുഷ്യര് പറയുന്നത് ഇതോണക്കുള്ള കഥകളൊക്കെയാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാകുക, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിനും ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിനും വേണ്ടി നമ്മൾ വ്യത്യസ്തമായ ഒരു വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് ജീവിക്കുന്നതിൽ പകരം ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് മരിക്കുക. ഇന്നൊക്കെ പല ആൾക്കാരും ഇത് കണക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. 2007 പുറത്തിറങ്ങിയ എൻകൗണ്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന വെർണർ ഹെർസോഗിന്റെ ഒരു ഡോക്യുമെന്ററിയിലാണ് ഈ പെൻഗ്വിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. ആ ഡോക്യുമെന്ററിയുടെ അവസാനം ഈ പെൻഗ്വിൻ എടുത്ത ഈ വിചിത്ര തീരുമാനത്തെ കുറിച്ച് വെർണർ ഹെർസോഗ് പറയുന്നത് ഇങ്ങനെയാണ്. But why? എന്തിനു വേണ്ടി? ഒരു പിടുത്തമില്ല.